രണ്ടാമത്തെ ദിവസം ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. ഇന്നലെ ഞങ്ങൾ ബേസ് ക്യാമ്പ് അടുത്ത് വരെ നമ്മൾ ട്രെക്ക് ചെയ്തായിരുന്നു. ഇന്നിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് വണ്ടിയിലേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നലെ 10 കിലോമീറ്ററോളം നമ്മൾ നടന്നു. എല്ലാം ഓക്കെയാണ്, സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ഭക്ഷണം എന്താണ്? നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇത് ചിക്കൻ കട്ട്ലറ്റ്, മുട്ടൻ പൊരിയും. ഇത് ഞങ്ങൾ കഴിച്ച ശീലമുള്ളവരാട്ടോ ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തേ അല്ലേ? പൈസ കുറവാണ് ഇവിടെ. നമ്മൾ 500 രൂപ എന്ന് പറയുമ്പോൾ 500 ആയതിനാ 800 രൂപയല്ലേ? അപ്പൊ 400. അത്രേ ഉള്ളൂ. എത്രയാണ്? 4 ചായ. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത് സാധനം പൂരിയുടെ പോലത്തെ ഒരു സാധനമാണ്. കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ 10 പേര് വയറ് നിറച്ച് ഫുഡ് കഴിച്ചതിനായത് $40 ആകണം. $40 ഓക്കെ, 3750 രൂപ അല്ലേ? 4000 രൂപ. പക്ഷെ ഇന്നലെ നമ്മൾ കഴിച്ചത് 8-ന്റെ പണിയായിരുന്നു. ഇന്നലെ അത് 10,000. ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു. നമ്മൾ നേരെ ബേസ് ക്യാമ്പിലേക്ക് പോവുകയാണ്. സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിനകത്താണ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നമ്മുടെ ബാഗ് എടുക്കുന്നുണ്ട്. വീഴുവാണ്. എനിക്ക് തന്നെ ഈ ബാഗിന് ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ജാക്കറ്റുകൾ, ഹെൽമെറ്റ്, ഐസ് പാക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ മെയിൻ ലഗേജുകളെല്ലാം നമ്മൾ ഈ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കറക്റ്റ് എക്സ്പെഡീഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ബേസ് ക്യാമ്പിൽ ഉപയോഗിക്കാനുള്ള വെള്ളം, അതുപോലെ ഫുഡ് കാര്യങ്ങളെല്ലാം ടാക്സിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. 10 പേരുടെ ബാഗ് കയറും അതിനകത്ത്? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് മൗണ്ട് എൽബ്രൂസിലേക്ക്. ഞങ്ങളുടെ ഒരു ജൽപാവണ്ടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞു. ഞങ്ങൾ ക്ലയൻസ് വണ്ടിയാണ്. പോകുന്ന വഴിക്ക് കുറച്ച് പേർക്ക് ഡ്രസ്സ് റെൻറ്റിനെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിൽ വന്നതാണ്. നല്ല റെൻ്റാണ്. എൻ്റെ ഫുള്ള് കിട്ടിയായിരുന്നല്ലോ $450. അങ്ങനെ ഇവിടെ എല്ലാ സാധനവും ഉണ്ടല്ലേ. ഇവിടെയാണ്, ഇതാണ് ശരിക്കും. അത് തന്നെ 2 ലെയർ ഷൂസ് ആണ്. എല്ലാവരും ഷൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് കുക്ക്ഡ് മുട്ട തൊലിച്ചു വരെ തരാൻ തയ്യാറായി. നിങ്ങളുടെ സ്കാർപ്പ ക്രാംപോൺസ് എത്ര പേർക്ക് വേണം? ഓരോരുത്തരൊക്കെ നടന്നു വരുന്നത്. നടന്നു നോക്കേ. ഇവിടുത്തെ ഒരു റെന്റിന് തരുന്നത് മിനിമം 3 ദിവസത്തേക്കാണ് ഇവർ തരുന്നത്. അതാണ് ഇതിന്റെ അകത്തെ പ്രശ്നം. സംഗതി ഉള്ളിൽ കംഫർട്ടബിൾ, സ്പേസ് മുമ്പിലുണ്ട്, ഓടുന്നൊന്നും ഇല്ലല്ലോ കാലം. അങ്ങനെയല്ല, അത് ഫിറ്റ് ചെയ്യാൻ ടൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ആയിരിക്കും വലിയ കാലയാർക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ. കുറച്ച് അല്ല, ഐസ് നടന്നു പോകാൻ വേണ്ടിട്ടാണോ? സൂക്ഷിക്കണം, നമ്മൾ ഇത് കൈകാര്യം സൂക്ഷിക്കണം. ആ പുറകെ നിൽക്കുന്ന ആളുടെ കയറ്റി കയറും. പരീക്ഷിക്കുന്നു. ഇത് വെച്ച് ഇതാണ് നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബട്ട് നമ്മൾ നടന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുവാണ്. കറക്റ്റ് സൈസ് ഷൂസാണോ നമ്മൾ. ഓരോരുത്തർ റെൻ്റ് എടുക്കുന്നു, $1 പേ ചെയ്യുന്നു.
ഇവിടെ ചിലർ നാച്ചുറൽ വയാഗ്ര കഴിക്കുന്നു. ഇതെല്ലാം കഴിച്ചിട്ടാണ് പുള്ളി എവറസ്റ്റ് കീഴടക്കിയെന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു ഹെർബ്സ് ആണ്, നല്ലതാണെന്ന് പറയുന്നു. ഞാൻ എല്ലാവരും കഴിച്ചു നോക്കി. പച്ചല ചെടിയാണ് ഇവിടുത്തെ മറ്റേ കമ്മ്യൂണിസ്റ്റ് വെച്ചായിരിക്കും. നമ്മുടെ നാട്ടില് നാച്ചടി പൂച്ചടി കമ്പെന്ന് പറയും. ആ ഇവർക്ക് പോലും അറിയത്തില്ല. സാധനങ്ങളൊക്കെ എടുത്തു, ഇവിടുന്ന് പോവാണ്. ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ബേസ് ക്യാമ്പിൽ പോകേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരുപാട് സാധനങ്ങൾ. നമ്മളിവിടുന്ന് ബേസ് ക്യാമ്പിലേക്ക് കേബിൾ കാറിലാണ് പോകുന്നത്. നമുക്ക് കഴിക്കാനുള്ള ഫുഡുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. വെള്ളം, ആൾക്കാരാണ് പലരും UK-യിൽ നിന്നും അയർലൻഡിൽ നിന്നും ഫിൻലാൻഡിൽ നിന്നും ജപ്പാനിൽ നിന്നും. ഓരോ ടീമിനും വേണ്ട എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ടാണ് കേബിൾ കാറിലേക്ക് മുകളിലേക്ക് പോകുന്നത്. വീണ്ടും നമ്മൾ കേബിൾ കാർ ചേഞ്ച് ചെയ്ത് കയറണം. ഇതിലെ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി കേബിൾ കാറെ മാറി കയറുക എന്നുള്ളതാണ്. ഈ ലഗേജ് എല്ലാം ഇത് സ്റ്റോപ്പ് ആവുന്നില്ലല്ലോ. സ്പീഡിൽ കയറ്റുന്നു, സ്പീഡിൽ ഇറക്കുന്നു. 600 എടുത്ത് കയറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ബേസ് ക്യാമ്പിലേക്കാണ്. ഏറ്റവും താഴെ നിന്നപ്പോൾ ഞാൻ ഓർത്തു അവിടെ ആയിരിക്കും മൗണ്ട് എൽബ്രൂസ്. അതിനുശേഷം ഇപ്പൊ മുകളിൽ നിന്നപ്പോഴായിരിക്കും വേറെ അല്ലേ. അത് മൗണ്ടന്റെ ഒരു പ്രത്യേകതയാണ്. കേറും തോറും നമ്മളൊരു പോയിന്റ് കാണും. കേറും തോറും ആ പോയിന്റ് മാറി അടുത്ത പോയിന്റ് വരും. അപ്പോൾ നമ്മൾ 3450 മീറ്ററിൻ്റെ ആണ്. ഇനി ഇവിടുന്ന് ഒരു കേബിൾ കാറിലൂടെ കയറാനുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം നിലവിൽ നിൽക്കുന്നത് 3847 മീറ്റർ ഉയരത്തിലാണ്. ഇവിടുന്ന് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് സ്നോക്യാറ്റിലാണ് സാധനങ്ങളും നമ്മളും പോകുന്നത്. അങ്ങനെയാണ് നിലവിലെ പരിപാടികൾ. ഇതാണ് ഗാരാബാഷി. ഇതാണ് ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പ് ഇവിടെയാണ് വരുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ 3747 മീറ്റർ ആണല്ലോ ഇപ്പം. 1200 മീറ്റർ നമ്മൾ ഇന്ന് ഗെയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ ഇരുന്ന് 1250. ഇവിടുന്ന് സ്നോക്യാറ്റിലാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്.
ബേസ് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെയാണ്. ഇവര് പോകുന്ന ആൾക്കാരാ. വണ്ടിക്കകത്ത് കുറച്ചമാര് പോകുന്നു. എന്താണ് ഇതാണ് മൗണ്ട് എൽബ്രൂസിലെ ബേസ് ക്യാമ്പാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ താമസിക്കുന്നതിനകത്താണ്. ഇതിനകത്തേക്ക് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3-4 ദിവസം താമസിക്കാൻ പോകുന്ന ബങ്കറാണ് ഇവിടെ. അപ്പോൾ ഇതിനകത്തെ കാഴ്ചകൾ കാണാം. അതിമനോഹരമായ ബങ്കറുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തെ കാലത്ത് എന്നാ പറഞ്ഞ ബ്രോ? രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ ആൾക്കാരെ ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും പഴക്കമുണ്ടെന്ന് തോന്നുന്നു. അത്രയും പഴക്കമുണ്ട്. ഇതാണ് നമ്മുടെ അതിമനോഹരമായ ബങ്കറുകൾ. അടിപൊളി സൗകര്യമാണല്ലോ. എത്ര ബെഡ്? അപ്പൊ ഇവിടെയാണ് നമ്മൾ താമസിക്കേണ്ടത്. ഇതിനകത്ത് അത്യാവശ്യം ഹീറ്റർ ഫെസിലിറ്റീസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? സന്തോഷമുണ്ട്. ഇതാണ് ഇതിനകത്തെ കാഴ്ചകൾ. ഇനി എല്ലാവരും സെറ്റ് ആവണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പോകത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോകാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നേക്കുന്ന ഫുഡെല്ലാം ഇവിടുത്തെ കിച്ചണിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ 2 നേപ്പാളീസ് ഉണ്ട്. അവരാണ് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതും. അതിലൊരാൾ നമ്മുടെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൽബ്രൂസ് മൗണ്ടനിലേക്ക് വരും. ഹായ്. ഇതാണ് ഇവിടുത്തെ കിച്ചണ്. ഇവിടെ വന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കേണ്ടത്. ചിക്കൻ, മട്ടൺ എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കിച്ചണിലെ സാധനങ്ങളെല്ലാം നമ്മൾ താഴെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം ഫുഡെല്ലാം ഇവരുണ്ടാക്കി. സൂപ്പാണോ? എന്നാ സൂപ്പാ? പ്രത്യേകിച്ച് പേരൊന്നുമില്ല. സംഭവമാണ് അല്ലേ? ആയിട്ടില്ല. ഇതിവിടെ വന്ന് നമ്മുടെ നേരത്തെ മുമ്പ് വന്ന ആൾക്കാരുടെ ഒരു സുവനീർ പോലെ അവർ വെച്ചേക്കുന്നതാണ്. നമുക്ക് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടും ഒരു ബനിയൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടും നമ്മൾ അതിന് മുതിരുന്നില്ല. പക്ഷെ നമുക്ക് ഓർമ്മ വെക്കണമായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും. സ്കെച്ച് പെൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ടീഷർട്ട് എടുത്തിട്ടുണ്ടല്ലോ, വൈറ്റ് ഷീറ്റ് ആരുടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ചെയ്യണത് നമ്മള് തീർച്ചയായിട്ടും കേട്ടോ. കിച്ചണിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ കാണിക്കാം. ഇവരെല്ലാം നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കി കേട്ടോ അവര്. ഇത് തന്നെയല്ലേ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഈ എൽബ്രൂസ് പോലുള്ള സ്ഥലങ്ങളിലെ ടോയ്ലറ്റ് ഡ്രൈ ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു 6 മാസം മുമ്പേ ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ ശ്വാസം പിടിച്ചു വെക്കാനുള്ള കഴിവ് 30 സെക്കൻഡ് 60 സെക്കൻഡ് 2 മിനിറ്റ് ഒക്കെ ആക്കണം. ഞാനെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഒരു നല്ല ശ്വാസം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് അകത്ത് പോയി ഈ മുട്ടി നിൽക്കുമ്പോഴാണല്ലോ പോകുന്നത്, ആ ഒരു പ്രഷറിൽ അങ്ങ് പോകും. അപ്പം ഒരു 1 മിനിറ്റിന് അല്ലെങ്കിൽ 1.5 മിനിറ്റിനുള്ളിൽ ഇത് പൂർത്തി തിരിച്ചിറങ്ങാൻ ഒരു കഴിവാണ് ഒരു പർവ്വതാരോഹനെ, ഒരു മനുഷ്യനെ പർവ്വതാരോഹനാക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്വാസം എടുത്താൽ പിന്നെ ഒരിക്കലും നിങ്ങൾ താഴേക്ക് നോക്കരുത്. മൊബൈലും കൊണ്ട് കയറരുത്. മൊബൈൽ ഇല്ലാത്ത പോയാൽ പിന്നെ ആരും വന്ന് എടുത്തു തരത്തില്ല. ഇത് പ്രപഞ്ചം ഉണ്ടായ കാലം മുതലേ ഉള്ള സാധനങ്ങൾ അതിനകത്ത് കാണും. സ്റ്റോക്ക് ചെയ്തിരിക്കുക. ഒന്നുമില്ലാതെ പോകുന്നതാണ് ബെറ്റർ. ഞാൻ പോയി കണ്ടിട്ട് നമ്മുടെ നേപ്പാളിലൊക്കെ രാത്രി പോകുമ്പോൾ നമ്മൾ മൊബൈൽ കൊണ്ട് പോകുമല്ലോ, അത് ഞാൻ പറഞ്ഞത്. അപ്പൊ അറിയാതെ കൈതട്ടി താഴെ പോയി കഴിഞ്ഞാൽ എടുക്കുന്നതിനൊക്കെ നല്ലത് അതിനെ അവിടെ തന്നെ കുഴിച്ചു കൂടുന്നതാണ്. ബി കെയർഫുൾ. രാത്രി നമ്മൾ സൂക്ഷിക്കുക, ബഡ്ഡിയായിട്ട് പോവുക.
ഇവിടെ ഒരുപാട് കുഴികളുണ്ട്. പോകുന്ന വഴി കൂടെ തന്നെ പോവുക, മാറിപ്പോവാതിരിക്കുക, കുഴിക്കകത്ത് വീഴും, സൂക്ഷിക്കുക. പിന്നെ വേറെ അടപ്പൊന്നും കാണത്തില്ല. അപ്പോൾ അപ്പി ഇടുന്ന സമയത്ത് പുറത്താകെ നിന്ന് ഇത് ചെയ്യാം. എന്നിട്ട് ആൾ ഇടുന്ന സമയത്ത് മറ്റേ ആൾക്ക് പ്രൊട്ടക്ടറായിട്ട് നിൽക്കാം. മനസ്സിലായി? വെൽക്കം ടു എൽബ്രൂസ്. നമ്മുടെ ഷെർപ്പ പുള്ളി 28 പ്രാവശ്യം 78 പ്രാവശ്യം മനുഷ്യനാണ്. ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾക്ക് കുടിക്കാനുള്ള ഗ്ലാസ്, ഉപയോഗിക്കാനുള്ള ടിഷ്യൂ പേപ്പർ, ആഹാരം, ഞങ്ങളെ സ്നിക്കേഴ്സ് ഇതെല്ലാം പുള്ളി മറന്നു വയ്ക്കുകയും ചെയ്തു. അതെ, എനിക്ക് 78 പ്രാവശ്യം കയറിയെന്ന് അത് മറന്നുപോയി കാണാം. എത്ര പ്രാവശ്യം കയറിയെന്ന് പുള്ളി മറന്നുപോയി. അതായത് എന്തിനും പുള്ളിയോട് ഗ്ലാസ് വെള്ളം ചോദിച്ചു, വെള്ളത്തിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതാണ് ഭയങ്കര കഷ്ടമായി പോയത്. പിന്നെ പുള്ളി ജീവിക്കുന്നതന്നെ സിഗരറ്റ് വലിക്കാനാണ്. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. ഒന്നില് കിച്ചണ്, ഒന്നില് നമ്മൾ താമസിക്കുന്നു. വന്ന വഴി കൂടെ തന്നെ പോന്നാൽ മതിയേ. ഒന്ന് പോവാം. ഞങ്ങളങ്ങനെ അക്ലോമൈസേഷന് പോവാണ്. അതിനു മുമ്പായിട്ട് 3 ലെയർ ഡ്രസ്സാണ് ഇടുന്നത്. ഉള്ളിൽ തെർമില്, പിന്നെ വേറൊരു പാൻറ്, സോക്സ് 2 ലെയറാണ് ഇട്ടേക്കുന്നത്. എല്ലാവരും 3 ലെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഷൂസ് ഇട്ടിട്ടുണ്ട്. ഇതിനാണ് നമുക്ക് ടൈം. അവർക്ക് 1/2 മണിക്കൂറായില്ലേ നമ്മളൊക്കെ ഇത് ഇടാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾ ക്രാംപോൺസിന്റെ കാലിലിടാൻ പോവാണ്. അതുകൊണ്ട് ഇടാണ്ട് നമ്മൾ സമ്മിറ്റ് ബൂട്ട്സ്. യെസ്, ക്യാൻ യു ഹെൽപ്പ് മീ? ഓക്കെ, Right, left. ഓക്കെ. ഇത് ഇടുക എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ സംഭവം. ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന ഷെർപ്പയാണ്. നമുക്കൊന്നും ഇടാൻ അറിയത്തില്ലല്ലോ. Seven peak mount. 1, 2, 3, 4, 5, 6, 7. Да, вот. 7 peak mount. Да, seven peak, да, вот это. Вот, вершина. Смотри, snowcat. Хоп. That is Peshkava rock. Yes. അവിടെയാണ് പോകേണ്ടത് കേട്ടോ. Да, snowcat. Хоп. സ്ഥലമാണോ? Видишь, хоп. ഒരു റോക്ക് കണ്ടോ മേളിൽ കറുത്തിരിക്കുന്നു. Да, хоп. ഇന്ന് നമുക്ക് ഹൈക്ക് ചെയ്യേണ്ടത് ആ മലയുടെ മുകളിലാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു വരും. അത് കഴിഞ്ഞ ശേഷം നാളെ ആരംഭിക്കും. എങ്ങനെ നമ്മൾ ഇറങ്ങല്ലേ? പോയേക്കാം. എല്ലാവരും ചേർന്ന് നിന്നോ. ആ പുള്ളിയെ പറഞ്ഞോട്ടെ, ആവശ്യം നമ്മുടെ അല്ലേ. രാത്രി അത്രയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പ്ലേസ്. നമ്മൾ കയറേണ്ടത് കുത്തനെയുള്ള കയറ്റമാണ്. ഈ ക്രാംബോൺസ് ഇട്ടിട്ട് കയറുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരും താഴത്തുനിന്ന് നടന്നു വരുന്നുണ്ട്. ഇന്ന് ജസ്റ്റ് പ്രാക്ടീസാണ്. ഇന്ന് എൻ്റെ ടോപ്പിൽ ചെന്നിട്ട് നമ്മൾ താഴത്തേക്ക് വരും. അത് കഴിഞ്ഞ ശേഷം നാളെ റെസ്റ്റ് എടുക്കുന്നു, കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം നാളെ കഴിഞ്ഞ് വെളുപ്പിനെ 12 മണിക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹൈക്കിങ് ആരംഭിക്കും. കാണുന്ന ഈസി ആയിട്ട് തോന്നും, അത്ര ഈസി അല്ല. എങ്ങനെയുണ്ട് സാറേ? ജീവിതം പോലെയാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാണ് ഇതിന്നല്ലേ.
ഒന്നും നിസ്സാരമല്ല. അല്ല നമ്മുടെ TV റൂമിലിരുന്നേ ഇതെല്ലാം കാണുമ്പോൾ തോന്നും വളരെ സിമ്പിൾ ആയിട്ട് പോവുക, ചെന്നിറങ്ങുക, കാലിൽ 2 ബൂട്ട് കെട്ടുക, നടന്ന് കയറുക. ഇത് മണിക്കൂറുകളോളമാണ് നമ്മൾ ഹൈക്ക് ചെയ്യണം. അതെ, ഈ തണുപ്പത്ത്. അതെ, അതും കുത്തനെയുള്ള കയറ്റം. അതെ. പക്ഷെ ഇതിൽ ലൈഫിൽ എന്ത് നേടി എന്ന് സാറിന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? ഇത് ചെയ്യാതിരുന്നവർക്ക് എന്ത് നേടി എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. നമുക്കൊന്നുമില്ലെങ്കിൽ ജീവിതത്തിന്റെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയേ ഒരുപാട് മൊമെന്റ്സ് വി ക്രിയേറ്റഡ്. നിനക്കൊക്കെ പറ്റുമോ ഇത്രയും മലകൾ കയറാനെന്ന് ചോദിക്കും നമ്മള്. നിന്റെ അപ്പൻ ഇത്രയും മലകളൊക്കെ കയറിയതാന്ന് പറയും. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ട്രൈ ചെയ്യണം. കുറച്ച് സഹനങ്ങളുണ്ട്, അല്ല ഷേക്ക് ബ്രോ? കാലാവസ്ഥ പെട്ടെന്നാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഷെർപ്പ നടക്കുന്നത് കാണുന്നത് ഭയങ്കര രസമാണ്. ഞാനിത് വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരാളിങ്ങനെ നടക്കുന്നത്. വലിയ മൗണ്ടൈൻ ആണ് കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലോ? എങ്ങനെയൊക്കെയല്ലേ ജീവിതം പഠിക്കുന്നേ? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും. എത്രയും മേലെന്നെ ചവിട്ടുന്നുവോ നിങ്ങൾ, അത്രയ്ക്ക് മേൽ ഞാൻ ഉയർന്നു പൊങ്ങും. എൻ ചുറ്റും നിങ്ങൾ ഇരുട്ടുവാകുമ്പോൾ എൻ ചിത്ത ഗർഭം ഉണർന്നു കത്തും. എല്ലാവരും നടന്ന് കയറി വരുന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ട് എൻ്റെ അപ്പൻ പൂയംകുട്ടി വനത്തിൽ കൂടെയൊക്കെ 10-50 കിലോയുള്ള വെയിറ്റൊക്കെ ചുമന്ന് ഈ പലചരക്ക് സാധനങ്ങളൊക്കെ ചുമന്ന് ഇങ്ങനെ പോകുമായിരുന്നു. അന്ന് നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലർ പറയും കുത്തുകഴപ്പെന്ന് പറയും. അതൊന്നുമല്ല, ഇതൊരു ഫീലാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുകയാണ്. Base camp? എത്ര മീറ്റർ നമ്മളിപ്പോൾ എത്തി? 4000 മീറ്റർ ആയിട്ടുണ്ട് ഏകദേശം. ഒരു 200-250 മീറ്റർ നമ്മൾ ക്ലൈംബ് ചെയ്തിട്ട് തിരിച്ച് അതിനുശേഷം നാളെ നമ്മൾ അറൗണ്ട് അവർ ബേസ് ക്യാമ്പ് കുറച്ച് മുകളിൽ നമ്മളൊരു ട്രെയിനിങ് ക്യാമ്പ് എടുത്തു. അത് കഴിഞ്ഞ ശേഷം നാളെ കഴിഞ്ഞ് വെളുപ്പിനെ നമ്മൾ നാളെ ഈ സമയത്ത് നമ്മൾ ആരംഭിക്കും. രാത്രി 10 മണിക്ക് ആരംഭിക്കും. അയ്യോ മതി, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇരുട്ടായി തുടങ്ങി ശരിക്കും. ഇപ്പം ഇവിടെ 8:30 രാത്രിയിൽ. ഇനി ടൈം 17. അപ്പം 8:37 ഇവിടെ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു വരിയായിട്ട്. എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് പോരുന്നുണ്ട്. ഉദ്ദേശിക്കുന്നവരല്ല, സ്ട്രെയിറ്റ് കയറ്റമാണ്. താഴെ നിന്ന് എല്ലാവരും വരുന്നു. ഏറ്റവും മുകളിലത്തെ മുടിയൊക്കെ ഫ്രോസൺ ആയിട്ടുണ്ട്. അങ്ങനെ 4000 മീറ്റർ വരെ പോയി. എത്ര മണിക്കൂർ എടുത്തു? 7 മണിക്കൂറോ 8 മണിക്കൂറോളം ഇത് ചെയ്തു. ഈ സ്നോയ്ക്കകത്ത് ഇത് നല്ല കട്ടിയായിട്ടിരിക്കുക. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നാളെ കഴിഞ്ഞ് രാത്രി 10 മണിയാകുമ്പോഴേക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാൻ പോകണം.
എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. എക്സ്പീരിയൻസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞങ്ങൾ ഈ ഷൂസിൻ്റെ വെയിറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വെയിറ്റും കൂടി ഞാൻ വയ്ക്കും. എങ്ങനെയുണ്ടായിരുന്നു സാറേ? അടിപൊളി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ആക്ലമറ്റൈസേഷൻ ഒന്നും പോയില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പോയുള്ളൂ. മാത്രമല്ല നൈറ്റ് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സമ്മിറ്റ് ഡേ പോലെ തന്നെയായിരുന്നു. നമ്മൾ ഒരു 8 മണിയാകുമ്പം 9 മണിയാകുമ്പോഴും ഞങ്ങൾ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വെതർ വളരെ അഡ്വേഴ്സായി. എല്ലാവർക്കും ആ തണുപ്പൊന്ന് ഫീൽ ചെയ്ത് തുടങ്ങി. കാരണം നമ്മുടെ ടീം ഒരുമിച്ച് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേന് ആ ഒരു ഇതുണ്ടായി. പക്ഷേ വളരെ നല്ലതാണ്. കാരണം ദിസ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഡ്യൂറിങ് ദ സമ്മിറ്റ് ഡേ. ഇറ്റ്സ് ദ ബെസ്റ്റ് എന്താ പറയുക എക്സ്പീരിയൻസ് യു വിൽ ഗെറ്റ്. നമ്മള് ചിക്കൻ നിങ്ങൾ ഇതിനു മുമ്പ് പല സ്ഥലത്തും ക്ലൈംബ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കിളിമഞ്ചാരോക്കാട്ടിലും കഷ്ടിയാണ്. നമ്മുടെ പ്രശ്നം ഒന്ന് ഈ സാധനം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു. ഈ മഞ്ഞ ഇതിന്റെ പ്രത്യേകത എന്താ പറയാ? ഇത് ഓൾറെഡി ഇതിനിടയ്ക്ക് +ഡിഗ്രി വന്നിട്ട് ഈ സാധനം ഇച്ചിരി മെൽറ്റ് ആയിട്ട് വീണ്ടും മൈനസ് വന്നു കഴിയുമ്പോഴേക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീൽ ഉണ്ട്. എന്നാൽ ചില സ്ഥലത്ത് കുറച്ചും കൂടി മെൽറ്റ് ആയിട്ടിരിക്കും. ഈ ചവിട്ടി അതിൽ താന്നു പോകും, കയറി അനുഭവിക്കും. അത് മാത്രമല്ല ഞങ്ങൾ ഇത്ര ഐസിൽ ഡീൽ ചെയ്തിട്ടില്ല. കിളിമഞ്ചാരോയിലൊന്നും ഐസില്ല, എങ്ങും ഐസില്ല. ABC പോലും ചെറിയ രീതിയിൽ ഒന്നുമില്ല. നമ്മൾ ആദ്യമായിട്ട് ഈ സാധനം ഇട്ട് നടക്കുന്നത്. നാളെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ആത്മവിശ്വാസമായില്ലേ? എന്നാലും പറ്റണം. അല്ല പിന്നെ വല്ലി ഞങ്ങൾ അവിടുന്ന് ഷൂസ് കൊണ്ടുവന്നു. അവര് പറഞ്ഞത് പറ്റത്തില്ല പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അവരോട് ദേഷ്യമായിരുന്നു. ഇപ്പൊ ശരിക്കും കാര്യം മനസ്സിലായി. ഞങ്ങൾ കൊണ്ടുവന്ന ജാക്കറ്റ് ഒന്നും ഇനഫ് അല്ലായിരുന്നു. നമ്മള് കാര്യം ഫിൻലൻഡിലാണെങ്കിൽ പോലും ഇത്രയും നല്ല ജാക്കറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ സൈറ്റിൽ പോകണം. നമ്മൾ നോർമലായിട്ട് നമുക്ക് ഇത്രയും ഇതിന്റെ ആവശ്യമില്ല. ജാക്കറ്റാണ് ബേസിക്കലി നമ്മൾ ഒരു അഡ്വൈസ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ആ സമയത്ത് രക്ഷപ്പെടണമല്ലോ. ഇന്ന് നമ്മൾ ശരിക്കും അതുപോലെ സിറ്റുവേഷനിലായി. എന്റെ ഫുൾ ഡ്രസ് ഞാൻ എടുത്തിട്ടു വന്നു. എത്ര ലെയർ ഞാൻ ഇട്ടേക്കുന്നത്. അതായത് പണ്ട് ഈ നിങ്ങളുടെയൊക്കെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ മൗണ്ട് എവറസ്റ്റിൽ പോയി കഴിയുമ്പോഴേക്കും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തില്ല എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വേറൊരു ഫീൽ ആയിരുന്നു. ഇപ്പൊ അത് കാര്യം മനസ്സിലായി. കാരണം സ്വയരക്ഷ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സ്വയരക്ഷയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ എപ്പോ തിരിച്ചിറങ്ങണം എന്നുള്ളൊരു ഇമ്പോർട്ടന്റ് നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമ്മള് ക്വിറ്റ് എന്നൊരു സാധനമുണ്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുവരാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് നാളെ ഹിറ്റ് ചെയ്യും. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. 5000 മീറ്റർ നിങ്ങൾക്ക് ആൾട്ടിറ്റ്യൂഡ് ഹിറ്റ് ചെയ്യും. അപ്പം ഇതിന്റെ പകുതി സ്പീഡ് എല്ലാവരും കാണത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് AMSന് സിംറ്റംസ് വരും. രാത്രി ഉറക്കത്തിൽ നടക്കും. അപ്പൊ നമ്മൾ ഗൈഡിനോട് പറയണം. അപ്പൊ അവൻ വല്ല വെള്ളമോ ചായയോ ഒക്കെ തരും. വല്ല ഡയമോക്സ് ഉണ്ടെങ്കിൽ എടുക്കണമെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. പക്ഷെ എന്തായാലും ഇതിന്റെ പകുതി സ്പീഡേ കാണത്തുള്ളൂ. എവരിബഡി വിൽ ബി ഹിറ്റ് ബൈ ദ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ അത് മനസ്സിൽ വേണം. നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. ആൾട്ടിറ്റ്യൂഡ് നിങ്ങൾ ഹിറ്റ് ചെയ്യുന്നതാണ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയുണ്ട് ഫസ്റ്റ് ടൈമാണ് അല്ലേ നിങ്ങള് നൈറ്റില് ചെയ്യുന്നത്? നമ്മുടെ ഷർട്ട് പറയുവാണ് നമ്മളിൽ പലരും സബ്മിറ്റ് ചെയ്യത്തില്ല. അങ്ങനെയല്ല പുള്ളി പറഞ്ഞത്. ഇങ്ങനെ ഈ സ്പീഡിൽ പോയാലും 7 ഞാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാകുന്നില്ല. മേ ബി അതിങ്ങനെ പല പല പീക്സ് കയറി പോകണമെന്നുള്ളത് തന്നെ പറയുന്നത്. പക്ഷെ നമ്മളെല്ലാരും ചെയ്തിരിക്കും. നമ്മള് ചെയ്യും. അല്ല പിന്നെ ഉറപ്പായിട്ട് ചെയ്യും. ഇത് പരിപ്പ് സൂപ്പാണ്. പരിപ്പ് സൂപ്പാണോ? രാത്രി 12 മണിയായി. നമ്മളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സോറി, ഡിന്നർ. കിളി പോയിട്ടിരിക്കുക. ചിക്കൻ സൂപ്പ്. ഓക്കെ. പരിപ്പ് സൂപ്പ്, ചിക്കൻ ചോറ്, കുറച്ച് സാധനം ഉണ്ട്. ഉള്ള സൗകര്യത്തിൽ പറ്റുന്ന രീതിയിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അപ്പൊ ഗായ്സ് ഗുഡ് നൈറ്റ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഹൈ ആറ്റിറ്റ്യൂഡിലേക്ക്
ക്ലൈംബ് ചെയ്യുമ്പം നമുക്ക് കുറേയധികം സിംറ്റംസ് ഉണ്ടാവും, തലവേദന അങ്ങനെയൊക്കെ. അപ്പം ചെറുതായിട്ട് തലവേദനയുണ്ട്, അപ്പം കിടക്കുവാണ്. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വിശ്വസിക്കുന്നു സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കുറച്ച് ടാസ്ക്കാണ്. ടാറ്റ, ബൈ ബൈ.